മുഹമ്മദ് ജ്വലാനി. കാരണം ഈ പേര് തന്നെ തെറ്റാണെന്നാണ് പലരും പറയുന്നത്. ഇയാൾ ബേസിക്കലി ആരാണ്? ഇതിനെപ്പറ്റി ലോക മീഡിയ മുഴുവനും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് അറിയാൻ സാധിക്കുന്നത് അമേരിക്ക ഇയാളെ അറസ്റ്റ് ചെയ്തു. ISISുമായിട്ടുള്ള ബന്ധവും അതിൻ്റെ കേഡറിൽ വളരെ ആക്റ്റീവായിരുന്നു ഇറാഖിൽ. പിന്നീട് അമേരിക്കൻ ഗോട്ടിനാമ ആ തടവറയിലായിരുന്നു. എപ്പോഴാണ് ഇയാളെ റിലീസ് ചെയ്തത് എന്നതിനെപ്പറ്റി അമേരിക്ക ഒന്നും പറയുന്നില്ല. പിന്നീട് അമേരിക്ക പറയുന്നത് ഏകദേശം ഇയാളെ അറസ്റ്റ് ചെയ്ത് ഒരു 2-3 വർഷം കഴിഞ്ഞ് അമേരിക്ക പറയുന്നത് ഇയാളുടെ തലയ്ക്ക് 10 മില്യനാണ് അമേരിക്ക കൊടുത്തിരിക്കുന്ന വില. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തന്നെ കുറച്ച് റിസർച്ചും പരിപാടികളൊക്കെ നടത്തി. ആരാണ് ഇയാൾ? കാരണം ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സംഭവം. ഉറപ്പായിട്ടും ഇയാൾ ബാഗ്ദാദിയുടെ അടുത്തയാളായിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്കൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അറിയാൻ സാധിച്ച വീണ്ടും ബാഗ്ദാദിയുമായിട്ട് ലോഹ്യമായി. പിന്നീട് വേറൊരു സംഘടന ഉണ്ടാക്കി, ഇസ്ലാമിക രീതിയിലുള്ള. പിന്നീട് ഈ റാഡിക്കൽ ഗ്രൂപ്പ് അത് രണ്ടായിട്ട് പിളരുകയും പിന്നീട് മറ്റൊരു സംഘടന ഉണ്ടാക്കി എന്ന് പറയുന്നു. പിന്നീട് ബാഗ്ദാദി തന്നെ ഇയാളെ ഈ സിവിൽ വാറുമായിട്ട് ബന്ധപ്പെട്ട് ബാഗ്ദാദി തന്നെ ഇയാളെ സിറിയയിലോട്ട് അയച്ചു, മറ്റൊരു സംഘടനയുടെ തലവനായിട്ട്. അതിനുശേഷം ബാഗ്ദാദിയാണ് പറയുന്നത് ആ ഇവരുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇയാൾ ആ ബാഗ്ദാദിയുമായിട്ടും ISISുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. HTS എന്നും പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. ഇതാണ് പിന്നീട് അറിയുവാൻ സാധിക്കുന്നത്. അപ്പം അടുത്ത ചോദ്യം, അപ്പോൾ പുതിയ സംഘടന ഉണ്ടാക്കി, റിബൽ സംഘടനയാണ്, മിലിഷ്യ ഓർഗനൈസേഷനാണ്. അപ്പം ആരാണ് ഇവർക്ക് പണം? അതായത് പണമില്ലാതെ ഈ സാധനങ്ങളൊന്നും, എക്യുപ്മെൻസും പരിപാടികളൊന്നും വാങ്ങാൻ പറ്റത്തില്ല. ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യണം, അവർക്കും ആഹാരവും സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഉറപ്പായിട്ട് സിവിൽ വാറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആൻറ്റി അസാദ് ഒരു ഫോർമേഷനും മൂവ്മെൻറ്റും ആ രാജ്യത്തുണ്ടായിരുന്നു. അപ്പം അതും മുതലെടുത്ത് HTSനകത്ത് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തു എന്നുള്ള സത്യമാണ്. ഇവർ പിന്നീട് പല രീതിയിൽ അസാദിൻ്റെ ആ ഫോഴ്സുമായിട്ട് പല സിറ്റികളിലും അടിയുണ്ട്. ഇഡ്ലിബ് എന്ന് പറഞ്ഞ സിറ്റി ഇവർ ഡോമിനേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ശരിക്കുമുള്ള അനാലിസിസിലോട്ട് പോകണം. ആരൊക്കെയാണ് ഇവരെ സഹായിച്ചു എന്ന് പറയുന്നത്? ഒന്ന് ടർക്കി, രണ്ടാമത് ഇവരെ സഹായിച്ചു എന്ന് പറയുന്നത് UAE. ടർക്കി നാറ്റോ സഖ്യമാണ്. UAE ആണെങ്കിൽ അമേരിക്കൻ അലയൻസ് പാർട്ട്ണറാണ്. അതായത് മോസ്റ്റ് ഫേവറേറ്റ് അലയൻസ് പാർട്ട്ണറാണ് UAE. ഇവരുടെ അബുദാബി ഭരണാധികാരി ഈ പറയുന്ന ജ്വലാനിയുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. കാരണം അതിൻ്റെ പേരിലാണ് അസാദ് ഇയാളെ വിളിച്ച് ഈ അബുദാബി ഭരണാധികാരികൾ വിളിച്ചിട്ട് ഇനി മുമ്പോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞ്, ഡമാസ്കസിലോട്ട് വരരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചു എന്നൊക്കെ തന്നെ ഗ്ലോബലായിട്ടുള്ള പല മീഡിയയും അബുദാബി കിങ്ങിനെ അൺകോട്ട് ചെയ്തും കോട്ട് ചെയ്തും പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഗ്രൂപ്പിനെ സഹായിച്ചത് ടർക്കിയും ഈ പറയുന്ന UAE-യുമാണ് സാമ്പത്തികമായി. കാരണം അമേരിക്കൻ രീതിയിൽ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായ സഹായമാണ്. ഇനി ഞാൻ കുറച്ച് അസസ്മെൻറ്റ് പറയാം. കാരണം എൻ്റെ ഒരു അസസ്മെൻറ്റ്, കാരണം ഞാൻ ഈ ശരിക്കും സ്റ്റഡി ചെയ്യുന്നതാണ് ISISൻ്റെ മിഡിൽ ഈസ്റ്റ് ഏഷ്യ, അവിടുത്തെ ജിയോ പൊളിറ്റിക്സും അവിടുത്തെ കോൺഫ്ലിക്റ്റ്. ഈ ISISനെ ഒതുക്കുവാൻ വേണ്ടി അമേരിക്കയ്ക്ക് അവിടുത്തെ കൂടുതലായിട്ട് അകത്തോട്ട് ഡീപ്പ് പെനട്രേഷൻ കിട്ടാൻ വലിയ സമയമെടുത്തു. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതിൻ്റെ പേരിലാണ് ISIS പല ഭാഗത്തായിട്ട് പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇത് പലയിടത്തും കയറി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളും ഡോമിനേഷനും ഉണ്ടാക്കി. അത് നമുക്കറിയാം സംഭവം. അപ്പം അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സ് തന്നെ പറഞ്ഞതാണ് അവരുടെ ഇൻ്റലിജൻസ് ISISുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൗണ്ട് ഇൻ്റലിജൻസ് പറയുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതാണ്. പല അവരുടെ ഡിഫൻസിൻ്റെ പെൻറ്റഗൺ ആണെങ്കിലും അമേരിക്കൻ സ്ട്രാറ്റജിക് ഓഫീഷ്യൽസ്, ഡിപ്ലോമാറ്റ്സൊക്കെ ഇത് സ്ഥിരമായിട്ട് പറയുന്ന സംഭവമാണ്. അപ്പോഴാരാണ് ഈ ISISനെ ഒതുക്കാൻ വേണ്ടി പല സെക്ടറിൽ? അപ്പം ജ്വലാനി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അൽ-ബക്കർ ബാഗ്ദാദി എന്ന് പറയുന്ന ബ്രൂട്ടൽ സംഭവമായിരുന്നു. അയാളുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പിന്നീട് അത് വിട്ടുമാറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ശരിക്കും സ്റ്റഡി ചെയ്യും. അപ്പോൾ ആരാണ് അമേരിക്കയ്ക്ക് അൽ ബാഗ്ദാദി എവിടെ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്ത് ഇന്നുവരെ അമേരിക്ക ഇത് പുറത്തു വിട്ടിട്ടില്ല.
കാരണം ഏതോ ആട് മേയ്ക്കുന്ന പയ്യൻ ഏതോ അണ്ടർവെയറിൻ്റെ കഥയാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും ഒരു വിശ്വസനീയം അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അതിനകത്തുള്ള ഒരാൾ തന്നെ, സീനിയറായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ സംഭവങ്ങൾ മുഴുവനും ഫീഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അതിനുശേഷം ഇയാൾ സ്പ്ലിറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ ഓരോ ഇൻസിഡൻ്റ് എടുക്കുക. ഈ ISISൻ്റെ പല ബേസുകളിലും അമേരിക്കൻ എയർ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പും പ്രിസൈസുമായിരുന്നു പിന്നീടുണ്ടായത്. അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ ജൊലാനി എന്ന് പറയുന്ന അമേരിക്കൻ ചാരനാണ്, അമേരിക്കൻ സ്പോൺസേഡാണ് ഈ സംഭവം കൃത്യമായിട്ടും. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കുക, വിട്ടുമാറിയ ശേഷം ഏറ്റവും കൂടുതൽ ISIS ആ മിഷനറി കേഡറ്റ്സിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഈ നോയമ്പ് മാസങ്ങളിലാണ്. ഇപ്പം ഈ നോയമ്പ് മാസങ്ങളിൽ ഇവരെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ കൂടുന്ന എക്സാക്റ്റ് പൊസിഷൻ ആരാണ് കൊടുത്തത്? ഇപ്പം ഒരു സ്ട്രാറ്റജിക് അഫേഴ്സിൻ്റെ ഒരു സീനിയർ ആൾ ഒരു പത്രത്തിൽ എഴുതിയേക്ക് ഇതിൻ്റെ മുഴുവനും പിൻ പോയിന്റ് വന്നിരിക്കുന്നതും മുഴുവനും ജൊലാനിയാണ് കൊടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ ആളാണ് ഇയാൾ. അമേരിക്ക വളർത്തി കൊടുത്തു, അതിന് സപ്പോർട്ടീവായിട്ട് UAEയും ടർക്കിയും ഫണ്ട് ചെയ്തു, ഒരായുധം കൊടുത്തു. അല്ലാതെ ഒരു കാരണവശാലും ഈ ഗ്രൂപ്പിന് പെട്ടെന്ന് ഇത്രയും ഈ സംഭവങ്ങളൊന്നും കിട്ടുന്നു. ഇനി അലിപ്പോ പിടിച്ച സംഭവത്തിലോട്ട് പോവാം. അതായത് ഇന്ന സമയം ഇത്ര സമയത്തിൽ ഇവരുടെ ഇത്രയും എക്യുപ്മെൻസും വെപ്പൺസും മാത്രം, ഇവരുടെ ടാങ്കുകളൊന്നുമില്ല. അപ്പോൾ അലിയപ്പോ ആ സിറ്റി പിടിക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക, പല റിപ്പോർട്ടും വരുന്നു ഈ സിറിയയുടെ പട്ടാളത്തിൻ്റെ കൻറ്റോൺമെൻറ്റ് ഇവരൊരു സ്പെസിഫിക് സമയത്ത് കയറി വളയുവാണ്. അതിനുശേഷം എന്താണ് ഉണ്ടായത് ആലോചിച്ച് നോക്കുക. വളഞ്ഞു കഴിഞ്ഞിട്ട് ആ പട്ടാളക്കാരെ മുഴുവനും കീഴടക്കിയിട്ട് അവിടുന്ന് ടാങ്കും മറ്റുള്ള വെപ്പൺസുമായിട്ട് ഇവർ മാർച്ച് ചെയ്യുക, ഹമ്മെന്ന് പറഞ്ഞ് അത് മുഴുവൻ അത് കംപ്ലീറ്റ് കയ്യിലാക്കുക. അപ്പോൾ ഇവർക്ക് ഉറപ്പായിട്ടും ഇന്നിടത്ത് കയറി പിടിക്കണം, ഇന്നതൊക്കെ ചെയ്യണമെന്ന് അമേരിക്ക സോളിഡായിട്ട് ഇൻ്റലിജൻസ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ പിടിക്കണം, ഇന്നിടത്തൂടെ പോകണം. ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. കാരണം മറ്റ് പലയിടത്ത് ഹിസ്ബുള്ളയുടെ പല താവളങ്ങളിൽ ഇസ്രായേൽ കയറി ബോംബ് ഇട്ടിട്ടുണ്ട്, അവിടുന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവത്തില്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയുടെ 78 സ്ഥലങ്ങളിലാണ് ISISും അതേപോലെ ഈ ജൊലാനിയുടെ ഗ്രൂപ്പിനെ എതിർക്കുന്ന പല ഗ്രൂപ്പുകളുണ്ട്. ISISലെ പല ബ്രേക്ക് അവേ ഗ്രൂപ്പ്സ് ഉണ്ട് ഈ ഇഡ്ലിബിന് അലിപ്പോവിന് ആ ഭാഗത്തായിട്ട്. അവിടെ അമേരിക്ക അറ്റാക്ക് നടത്തി. ആലോചിച്ച് നോക്കുക, 2 ആഴ്ച മുമ്പും 3 ആഴ്ച മുമ്പ് ഭയങ്കരമായിട്ട് അറ്റാക്ക് നടത്തി. കാരണം ഇവർക്കൊരു തടസ്സം ഉണ്ടാകുന്നത് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനുവേണ്ടി അവിടെ അറ്റാക്ക് ചെയ്തത്. കാരണം ഇവർക്ക് ത്രൂ ആയിട്ട് പോകാൻ വേണ്ടി വഴിയൊരുക്കി കൊടുത്തു അമേരിക്ക. അതിനുശേഷം ആലോചിക്കുക, ഇവർക്ക് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പുതിയ സംഭവം വന്നിരിക്കുക ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബൈഡൻ്റെ. ഈ പറയുന്ന പുതിയ പാർട്ട്നേഴ്സുമായിട്ട് യോജിച്ച് പോകാൻ അമേരിക്കൻ ഗവൺമെൻറ് തയ്യാറാണ്. ഇത് മുഴുവനും അമേരിക്ക പ്ലാൻ ചെയ്തതാണ്. ഈ ജൊലാനി എന്ന് പറയുന്നയാൾ അമേരിക്കൻ പ്രോഡക്റ്റായിട്ട് മാറി ജയിലിൽ പുറത്ത് വന്ന ശേഷം. ISISനെ ഒതുക്കാൻ വേണ്ടി അയാൾ തന്നെ ഇൻപുട്സ് കൊടുത്തു. അതേപോലെ തന്നെ ഈ മറ്റുള്ള ഗ്രൂപ്പുകളെല്ലാം അടിച്ചൊതുക്കാൻ വേണ്ടി ജൊലാനിയെ സഹായിച്ചു അമേരിക്കൻ എയർഫോഴ്സും അമേരിക്കൻ ബേസുകളും. കാരണം ഇവർക്ക് പ്രശ്നം ഉണ്ടാകരുത്. അതിനുശേഷമാണ് ഇവരുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടോണം. അവിടെയുള്ള കൾട്സിനെയും ക്രിസ്ത്യൻസിനെയും അവർ ആക്രമിക്കത്തില്ല, അവിടെയുള്ള ഷിയ പള്ളികൾ അവർ ആക്രമിക്കത്തില്ല, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിനുശേഷം ഇവർ തന്നെ ഇറാനിയൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഇവർ തന്നെ സംസാരിച്ചിട്ട് പറഞ്ഞു അവരൊരു കാരണവശാലും ഷിയ ആളുകളെ ആക്രമിക്കത്തില്ല, അവർ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അവിടെ വന്ന് ട്രാൻസ്ഫർ ഓഫ് പവർ എന്ന് പറയുന്ന വളരെ സോഫ്റ്റായിട്ടാണ് നടക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ അറ്റാക്ക് ചെയ്യാൻ പോകത്തില്ല, എല്ലാ ജനങ്ങൾക്കും ഇവിടെ തിരിച്ചു വരാം. സിറിയ പഴയ രീതിയിൽ കൊണ്ടുപോകണം. അതായത് ആസാദ് ഇരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു സിറിയ, ആ സിറിയ എന്ന് പറയുന്നത് സെക്കുലർ സിറിയയാണ്. അതാണ് നിങ്ങളതിൻ്റെ പോയിന്റുകൾ കണ്ടു. എന്തുവാണ് ഇയാൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്? ആ സിറിയയിലോട്ടാണ് പോകേണ്ടത്. ഇയാൾ തന്നെ തിരിച്ചു പറയുന്നു ഇവിടെ ഹിജാബ് നിർബന്ധമില്ല, ആൾക്കാർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. അതേപോലെ തന്നെ ടർക്കി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അവർ പറഞ്ഞ വളരെ കൃത്യമായി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് അവിടെ മന്ത്രിസഭ ഉണ്ടാക്കാനും മറ്റുള്ള കാര്യത്തിലും ടർക്കി മുന്നിൽ നിൽക്കും. ഇതിനകത്ത് UAE നിശബ്ദത പാലിക്കുകയാണെങ്കിൽ സൗദി അറേബ്യ പറഞ്ഞു കഴിഞ്ഞു അവിടുത്തെ ടെൻഷൻ വലിയ പ്രശ്നമായിട്ടുണ്ട്. അതായത് ഇറാൻ എന്ന് പറഞ്ഞ സംഭവത്തെ റഷ്യയെ മാറ്റി നിർത്താൻ വേണ്ടി
അതുപോലെ ആസാദിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ഉണ്ടാക്കിയ സംഭവമാണ് HTS. നിങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും എങ്ങനെയാണ് ഇത് വന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ പേടിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം അവിടെ മറ്റൊരു ടെറർ ഓർഗനൈസേഷൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അപ്പം ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഈ ഓർഗനൈസേഷൻ ഇവിടെ ഫ്രീ ആയി ഈ സിറിയ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഗ്രൂപ്പിനെ പിന്നെ ആവശ്യമില്ല. പിന്നീട് അവിടെ ജനാധിപത്യ രീതിയിൽ ആ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ ഈ ഓരോന്നും അസംബിൾ ചെയ്ത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അമേരിക്കൻ പ്രോഡക്റ്റാണ്. കാരണം ജയിലിൽ നിന്ന് ഇറങ്ങി. കാരണം ആ സംഭവം പറയുന്നില്ല. ഇപ്പോൾ അമേരിക്ക പറഞ്ഞു 10 മില്യൺ തലക്കിട്ട് അവരോട് സഹകരിക്കാമെന്ന് അമേരിക്ക പറയുന്നു. ശരി, അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സീനിയർ വാഷിങ്ടണിലുള്ള ഒരാൾ അറേബ്യൻ സ്റ്റഡീസിനെ പറ്റി പറയുക അമേരിക്ക ഒരാളുടെ തലയ്ക്ക് 10 ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അയാൾ ഒരു അമേരിക്കൻ ചാരനായി മാറി. കാരണം ആൾക്ക് പബ്ലിക്കിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ISISനെ തൊലയ്ക്കാനും ഇതേപോലെ ഇസ്ലാമിക് സംഭവത്തെ ഈ സിറിയയിൽ നിന്നാണെങ്കിലും ഇറാഖിൽ നിന്നാണെങ്കിലും അതിന് മുഴുവൻ ഇൻപുട്സ് കൊടുത്ത ജൊലാനിയാണ്. അതിനുവേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി. പക്ഷെ അവരിപ്പോഴും ഇവർ പറയുന്ന ആ രീതിയല്ല, ഇത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ കാണുന്നതല്ല ഈ ലോകം. അമേരിക്കൻ പൊളിറ്റിക്സ്, അമേരിക്കൻ ജിയോ പൊളിറ്റിക്സും ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്ര വായിച്ചാലും ഇത് മനസ്സിലാവത്തില്ല. ആ രീതിയിൽ അവർ വളരെ മുൻകൂട്ടി കണ്ടാണ് പലതും ചെയ്യുന്നത്. അല്ലെങ്കിൽ അമേരിക്ക വിചാരിച്ച് ഇവരുടെ മൂവ്മെൻറ്റ് വരുന്നു. ഇവർ ശരിക്കും 4-5 സ്ട്രൈക്ക് ചെയ്ത ഈ സാധനം ഇല്ലാതായിപ്പോയി. അത്രമാത്രം വെപ്പൺസ് ഒന്നും ഇവരുടെ കയ്യിലില്ല. അപ്പം വെപ്പണും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത സംഭവം പെട്ടെന്ന് വന്ന അലീപ്പോ സിറ്റിയും അവിടെ അടുത്ത സിറ്റി പിടിക്കുന്നു, ഡമാസ്കസ് പിടിക്കുന്നു. ഒരു റെസിസ്റ്റൻസും ഇല്ലാതായിപ്പോയി. അപ്പോൾ അതിനുശേഷം മനസ്സിലാക്കുക, ഈ സിറിയയ്ക്ക് ആയുധം കൊടുക്കാൻ വേണ്ടി ഇറാൻ ശ്രമിച്ചു. ആ ശ്രമ സമയത്ത് അവരെ അതിനകത്ത് കയറി തടഞ്ഞു. കാരണം ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ച് അവിടെയും കയറി തടഞ്ഞു. കാരണം ഇവർക്ക് യാതൊരു മാർഗതടസ്സം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ഇസ്രായേലും നിന്നു കൊടുത്തില്ല. അവരാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ജൊലാനി എന്ന് പറയുന്ന തീവ്രതയല്ല. കാരണം അല്ലെങ്കിൽ അത് പറയത്തില്ല പഴയ സിറിയ പോലെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ്, ഇത് അമേരിക്കൻ പ്ലാൻ തന്നെയാണ്. ഈ ആസാദിനെ അട്ടിമറിച്ച് അവിടെ പുതിയൊരു റെജീമിനെ മാറ്റി കൊണ്ടുവന്ന അമേരിക്കൻ പ്ലാനാണ്. ഇതിൻ്റെ തുടക്കം October 7 ആയിരുന്നു. ഇസ്രായേൽ അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്തു. അവസാനം എല്ലാം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.